വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികൾ, ഈ ഒരു സാംസ്കാരിക സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മിലെല്ലാവരിലും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു സാംസ്കാരിക സംഗമത്തിൻ്റെ ആരംഭം തന്നെ വളരെ പ്രൗഢ മനോഹരമായിരുന്നു. നമ്മുടെ മുഹമ്മദ് അബ്ദുൽ ഖാദർ ഉസ്താദും അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 53 വർഷം മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനുമായിട്ടുള്ള സമാഗമം വളരെ ഹൃദ്യവും മനോഹരവുമാണ്. മനുഷ്യബന്ധങ്ങളിൽ ഗുരുശിഷ്യബന്ധം, ഗുരു എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ഗു എന്നാൽ ഇരുട്ട്, രോധം, ഇരുട്ട് മാറ്റുന്നത് എന്നാണ്. അപ്പം ഇരുട്ടിനെ മാറ്റി വെളിച്ചം കാണിക്കുന്നവരാണ് അധ്യാപകർ. മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും ഹൃദ്യവും മനോഹരവുമായ ഒരു ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരമാണ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പാട്ടായും ഓർമ്മകളായും, നേരത്തെ ശ്രീധരൻ മാഷ് എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ നമ്മുടെ മാക്, അതായത് അബ്ദുൽ ഖാദർ ഉസ്താദ് പഴയ പാട്ടിങ്ങനെ പാടുമ്പോൾ ഞാൻ ശ്രീധരൻ മാഷ് നോക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ ഒഴുകുകയാണ്. ആലുവ പുഴയല്ല, അവിടുത്തെ കണ്ണുകളാണ് നിറഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ ഒരു സാറുണ്ട്, എം ഗംഗാധരൻ മാഷ്. ഗംഗാധരൻ മാഷ് ഒരിക്കൽ പറഞ്ഞു, പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹം ഒരിക്കൽ ബസ് പോവാണ്, ഭയങ്കരമായ തിരക്ക്, എവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ബസ്സിൽ സീറ്റ് കിട്ടുമെന്നുള്ള നിലയിൽ ഗംഗാധരൻ സാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. അപ്പം മുടിയൊക്കെ നരച്ച ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സാർ ഇവിടെ ഇരിക്കുമെന്ന്. അപ്പോൾ ഗംഗാധരൻ സാറ് അയാളെ നോക്കി, ആരാ, പരിചയമില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പണ്ടെങ്ങാണ്ട് പഠിപ്പിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. ഇപ്പോൾ ഈ 53 വർഷം എന്നൊക്കെ പറഞ്ഞ പോലെ പണ്ടെപ്പോഴോ പഠിപ്പിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. ഗംഗാധരൻ സാറ് പറയാണ്, എന്നേക്കാൾ കാണാൻ വയസ്സ് തോന്നിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ഇരുന്നോന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അല്ല സാർ ഇരിക്കൂ, അല്ല താങ്കൾ ഇരിക്കൂ. 1-2 സെക്കൻഡ് ആ സീറ്റ് ഒഴിഞ്ഞു കിടന്നു. ഇപ്പം ഗംഗാധരൻ സാറ് പറഞ്ഞാണ്, പെട്ടെന്ന് ഒരുത്തൻ ചാടി അവിടെ ഇരുന്നു. ഞാൻ നോക്കുമ്പോൾ അതിപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്നാണ്. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പുതിയ കാല അടയാളം അദ്ദേഹം തൻ്റെ വാക്കുകളിൽ വരച്ചിടുകയുണ്ടായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു, ഏതാണ്ട് 53 വർഷക്കാലത്തെ ഇടവേളകളെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള അത് തന്നെ യഥാർത്ഥത്തിൽ ഒരു സാംസ്കാരിക പ്രഭാഷണമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. മുഹമ്മദ് അബ്ദുൽ ഖാദറും ശ്രീധരനും യാതൊരു മറയുമില്ലാതെ പരസ്പരം ഗുരുശിഷ്യ ബന്ധം പ്രകടിപ്പിക്കാൻ കഴിയുക, ഇത് നമ്മുടെ പൈതൃകവും കൂടിയാണ് യഥാർത്ഥത്തിൽ. ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ആളുകൾ തമ്മിൽ തെറ്റാൻ. ഒരു കുഞ്ഞു കഥയുണ്ട്. ഒരു കുറുക്കൻ്റെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുറുക്കൻ്റെ കുഞ്ഞ് എന്തിനാണ് കരയുന്നതെന്ന് പറഞ്ഞാൽ, അതിന് മനുഷ്യൻ്റെ ഇറച്ചി കഷ്ണം വേണം. കരച്ചൽ സഹിക്ക വയ്യാതായപ്പോൾ കുറുക്കൻ്റെ അമ്മ എന്ത് ചെയ്തു, വിദൂരതയിൽ പോയി ഒരു കഷ്ണം ഇറച്ചി കൊണ്ടുവന്നു. കുഞ്ഞു കുറുക്കൻ അത് വാങ്ങുന്നില്ല, കാരണം അത് പശുവിൻ്റെ ഇറച്ചിയായിരുന്നു. എനിക്ക് വേണ്ട, എനിക്ക് മനുഷ്യൻ്റെ ഇറച്ചി വേണം. വീണ്ടും കുഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മക്കുറുക്കൻ വീണ്ടും ചെന്നു വിദൂരതയിൽ, എന്നിട്ട് ഒരു കഷ്ണം ഇറച്ചിയായി വന്നു. അതും കുഞ്ഞു കുറുക്കൻ എടുത്തില്ല, കാരണം അത് പന്നിയുടെ ഇറച്ചിയായിരുന്നു. പിന്നെയും പിന്നെയും എനിക്ക് മനുഷ്യൻ്റെ ഇറച്ചി വേണമെന്ന് കരയാൻ തുടങ്ങിയപ്പോൾ അമ്മക്കുറുക്കൻ എന്ത് ചെയ്തു എന്നറിയോ, പശുവിൻ്റെ ഇറച്ചി എടുത്ത് അമ്പലത്തിൻ്റെ മുന്നിലും കൊണ്ടുപോയി വെച്ചു, പന്നിയുടെ ഇറച്ചി എടുത്ത് പള്ളിയുടെ മുന്നിലും കൊണ്ടുപോയി വെച്ചു. പിന്നെ ഇഷ്ടം പോലെ മനുഷ്യൻ്റെ ഇറച്ചി കുഞ്ഞു കുറുക്കന് തിന്നാൻ കിട്ടിയെന്ന കഥ. ഇങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ സാഹചര്യം. ഈ ആന്ധ്ര ബെട്ടയെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് പുതിയ കാലത്ത്. വലിയൊരു കാഴ്ചപ്പാടാണത്. സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിക്കാൻ കമ്മ്യൂണൽ ഹാർമണിയുള്ള രാജ്യം ഏതാണ്?
കമ്മ്യൂണൽ ഹാർമണിയുള്ള മതപരമായ അതിർവരമ്പുകൾ ഒരു പ്രശ്നമാകാതെ റൈസിസത്തിൻ്റെ, വംശീയതയുടെ, വർഗീയതയുടെ ഒരു ചെറിയ നാമ്പ് പോലുമില്ലാതെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നൊരിടമായിട്ട് മാറിയിട്ടുള്ളത് ലോക ഭൂപടത്തിൽ ഏത് രാജ്യമാണ് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. അത്തരം രാജ്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള, സിംഗപ്പൂരിനെ കുറിച്ചുള്ള ഒരു പഠനമുണ്ട്. സിംഗപ്പൂർ കമ്മ്യൂണൽ ഹാർമണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണൽ ഹാർമണിയിൽ അടയാളപ്പെടുന്ന ഒരു രാജ്യമായി മാറിയത്? ഏതാണ്ട് ഒരു 12 വർഷം മുമ്പ് അവരുടെ റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡിൽ സാമൂഹ്യ തിന്മകളുടെ ഉച്ചാടനത്തിന് വേണ്ടി, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തൂഫാൻ, അതിൻ്റെ മുമ്പിൽ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇപ്പോൾ പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ചതാണ് ഈ മയക്കുമരുന്നുകൾ, MDMA ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്താണ് മൊയ്തീൻക്ക് എൻ്റെ മുമ്പിലുള്ള വാക്ക് കിട്ടുന്നില്ല, റെലവൻ്റായി വരുന്നത്ര എന്തോ ഒരു തൂഫാനാണ്. അലക്സ ഫ്ലഡ് എന്ന് പറഞ്ഞിട്ട് ലോകതലത്തിൽ ഇന്ന് കാണുന്ന എല്ലാ ചലനങ്ങളുടെയും അടിസ്ഥാനമായ തൂഫാനാണ് അലക്സ ഫ്ലഡ്. അപ്പോൾ ഫ്ലഡ് എന്ന മീനിങ് ഉള്ള തൂഫാൻ എന്ന വാക്കിന് ഫ്ലഡ് എന്നാണ് അർത്ഥം. പ്രളയം അല്ലെങ്കിൽ കൊടുങ്കാറ്റ് എന്നൊക്കെ പറയാം. ഈ സാമൂഹ്യ തിന്മകളുടെ ഉച്ചാടനത്തിന് വേണ്ടി സ്കോട്ട്ലാൻഡിൽ വളരെ ശക്തമായിട്ട് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് പ്രയോജനപ്പെടുത്തുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ മുഹമ്മദ് അബ്ദുൽ ഖാദർ സാഹിബിന്, അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചധികം പറയേണ്ടതാണ്. ഒരു സമൂഹം ഒന്നായി ഏറ്റെടുത്ത് നടത്തേണ്ടുന്ന അബ്രഹാം പ്രവാചകൻ എന്ന് പറയുന്നത് 3 മതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ഇബ്രാഹിം പ്രവാചകൻ ഓർമ്മിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. ഹജ്ജിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ഇവിടെ ഹജ്ജിന് പോയവരുടെയും ഉംറക്ക് പോയവരുടെയും ഒക്കെ ഒരു സംഗമം നടക്കുകയുണ്ടായി. ലോകത്തെ പ്രധാനപ്പെട്ട 3 മതങ്ങളുടെ ആചാര്യനായിട്ട് അറിയപ്പെടുന്ന അബ്രഹാം പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ വേദഗ്രന്ഥത്തിൽ ഒരു പരാമർശമുണ്ട്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മ, ഇബ്രാഹിം സ്വയം തന്നെ ഒരു പ്രസ്ഥാനമായിരുന്നു എന്നാണ്. ഈ അൽനൂർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്രദറോട് പറയണ്ടായി, അദ്ദേഹത്തിന് ഡബിൾ ഇഞ്ചനാണെന്ന്. അതായത് ഓടിയ എത്തൂല. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റണമെങ്കിൽ അദ്ദേഹത്തേക്ക് നന്നായിട്ട് ഓടാൻ ആർക്കെങ്കിലും അറിയണം, അപ്പം മാത്രമേ ഓടി തോൽപ്പിക്കാൻ പറ്റൂ. അപ്പോൾ ഒരു വ്യക്തി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഈ നാട്ടിൽ മതസൗഹാർദ്ദം കൂടി ഉണ്ടാകണം. മതസൗഹാർദ്ദം എന്ന വാക്കിനോട് നമുക്ക് വലിയ താല്പര്യമില്ല. മനുഷ്യ സാഹോദര്യമാണ് മതസൗഹാർദ്ദം. മതങ്ങൾ തമ്മിൽ അടിയൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഒരു മതവും തമ്മിൽ പഠിപ്പിക്കുന്നുമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞ് മതസൗഹാർദ്ദം എന്നാണ് പറയുക. മനുഷ്യ സാഹോദര്യത്തിൻ്റെ, മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷം പണിയാൻ കൂടി ഈ ഒരു സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് ഈ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുൽ ഖാദർ സാറിന് നേരത്തെ അദ്ദേഹം പറയുകയുണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട ധാരാളം സേവന പ്രവർത്തനങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സേവന പ്രവർത്തനങ്ങളിലും ജാതി മത പരിഗണനകൾ കാണുന്നില്ല എന്നതിൽ അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കാൻ, ഹാർദമായി അഭിവാദ്യം ചെയ്യാൻ ഞാൻ സന്നദ്ധമാവുകയാണ്. ഏതാണ്ട് 23ഓളം വീടുകളിൽ ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് അറിഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ. ചില വീടുകളുടെ പ്രഖ്യാപനങ്ങളുണ്ട്. ആ വീടുകളുടെ പ്രഖ്യാപനത്തിലും ആരാണ് ഗുണഭോക്താക്കളായി വരേണ്ടത് എന്നെടുത്ത് ആവശ്യക്കാരെന്ന ദൈവികമായ ഒരൊറ്റ ഗുണം പാലിക്കുകയും ജാതി മത പരിഗണനകൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ അതുല്യമായിട്ടുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിലൂടെ നിർവഹിക്കപ്പെടുന്നു എന്നതിനെ അദ്ദേഹത്തെ മുക്തകണ്ഠം അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ സാഹോദര്യം ഞാൻ അധികം സംസാരിക്കുന്നില്ല. നേരത്തെ മൊയ്തീൻ കുഞ്ഞിക്ക പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉജ്ജ്വലനായ ഒരു പ്രഭാഷകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്ന, ഉദ്ഘാടകനായിട്ട് ഇവിടെ വന്നതുമല്ല, ഞാൻ ഈ പരിപാടി ഒന്ന് കാണാം. അതുപോലെ അബ്ദുൽ ഖാദർ സാർ വിളിച്ചു കഴിഞ്ഞാൽ വരാണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു മോശമാണ്. ഇതൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുമ്പാണ് ഇവിടെ വന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും സൗകര്യം ഉണ്ടാകുമ്പോൾ കാണുക, കേൾക്കുക എന്നതുകൊണ്ടുകൂടി വന്നതാണ്. പ്രഭാഷണം കേൾക്കാൻ വന്നതാണ്. പിന്നെ അങ്ങനെ വന്ന വഴിയിൽ ഇതിൻ്റെ ഒരു സാംസ്കാരിക ഉദ്ഘാടനം എന്ന നിലക്ക് വന്നു എന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയും ചെയ്യാണ്. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഇതങ്ങ് മറന്നുപോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? ഞാൻ എൻ്റെ മതത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയൂല. ഇതൊരു തെറ്റിദ്ധാരണയാണ്.
ഞാനിപ്പോൾ എൻ്റെ മതത്തിൽ അബ്ദുൽ ഖാദർ സാഹിബ്, അബ്ദുൽ ഖാദർ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മതത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ, ശ്രീധരൻ മാഷ് അദ്ദേഹത്തിൻ്റെ മതത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ മറ്റൊരു മതക്കാരനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ സാംസ്കാരിക സമ്മേളനത്തെ മുൻനിർത്തിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മറ്റൊരു മതക്കാരനെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്നത് എൻ്റെ മതമാണെങ്കിൽ ആ മതം ഉപേക്ഷിക്കലാണ് നല്ലത്. മറ്റൊരു മതക്കാരനെ വെറുക്കാൻ എൻ്റെ മതം പ്രചോദനമായി മാറുകയോ അതെങ്ങനെ? ഒരിക്കലും സംഭവിക്കുകയില്ല. രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒരു ഉദാഹരണം, എൻ്റെ നാട്ടുകാരനായിട്ടുള്ള നാടകാചാര്യൻ ഇബ്രാഹിം വെങ്ങര 1975 എമർജൻസി കാലത്ത് ഒരു നാടകം എഴുതി. ആ നാടകം എഴുതിയതിൻ്റെ പേരിൽ പോലീസ് പിടിക്കാൻ വേണ്ടി വന്നു. പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ധർമ്മശാലക്ക് പറശ്ശിനി മഠപ്പുരയുടെ അരികിലുള്ള പാറുവമ്മ എന്ന് പറയുന്ന പരിചയക്കാരിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. പാറുവമ്മ ഇബ്രാഹിമിനെ കണ്ടപാടെ, പരിഭ്രാന്തനായ ഇബ്രാഹിമിനെ കണ്ടപാടെ ചോദിച്ചു, എന്താ ഇബ്രാഹിമിനെ നീ ഇങ്ങനെ ഓടി വരുന്നത്? എന്നെ പോലീസ് പിടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിമിനോട് പാറുവമ്മ പറഞ്ഞു, നീ അട്ടത്ത് കയറി ഒളിച്ചു. അട്ടെന്ന് ഇവിടെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അടുക്കളയുടെയൊക്കെ മുകളിൽ ഇങ്ങനെ വിറക്, വർഷകാലത്ത് വിറക് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ അങ്ങനെ അട്ട എടുത്തു വെക്കും. അട്ടത്ത് കയറി ഒളിച്ചു എന്ന് പറഞ്ഞു. വിറകിൻ്റെ മൂലയിൽ ഇബ്രാഹിം കയറി ഒളിച്ചു. അദ്ദേഹം ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇബ്രാഹിം അട്ടത്ത് കയറി ഒളിച്ചു. പോലീസുകാരാകെ കൂടി വന്ന് പരതി, ഇബ്രാഹിമിനെ കിട്ടിയില്ല. അങ്ങനെ പോലീസ് തിരിച്ചുപോയി. 35 വർഷങ്ങൾക്ക് ശേഷം, 52 വർഷങ്ങൾക്ക് ശേഷമുള്ള സ്നേഹം കണ്ടു. 32 വർഷങ്ങൾക്ക് ശേഷം പാറുവമ്മ വിളിക്കുക ഇബ്രാഹിമിനെ നീ ഒന്ന് പറശ്ശിനി വരെ വരണോടാ. ഇബ്രാഹിം എങ്ങനെ ചെന്നു. അപ്പോൾ പാറുവമ്മയുടെ ഭർത്താവ് വീട്ടിൻ്റെ മുറ്റത്തിരിക്കുന്നുണ്ട്. പാറുവമ്മയുടെ ഭർത്താവിനോട് ഇബ്രാഹിം ചോദിച്ചു, എന്തിനാ പാറുവമ്മ വരാൻ പറഞ്ഞത്? എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അകത്തേക്ക് ചെന്നു. പാറുവമ്മയോട് ചോദിച്ചു, പാറുവമ്മ എന്തിനാ വരാൻ പറഞ്ഞത്? അപ്പോൾ ഒറ്റ ചോദ്യമാണ്, നീ കുളിച്ചിട്ടുണ്ടാടാ ഇബ്രാഹിമിനെ? കുളിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും ചോദിച്ചില്ല. പിന്നെ നേരെ ഇബ്രാഹിമിൻ്റെ കയ്യും പിടിച്ചിട്ട്, ഇബ്രാഹിം വെങ്ങരയുടെ കയ്യും പിടിച്ചിട്ട് പറശ്ശിനി മഠപ്പുരയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഒരു വെള്ളാട്ടൊക്കെ, മുത്തപ്പനുള്ള ഒരു വെള്ളാട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിമിന് അറിയില്ല എന്തിനാ വരാൻ പറഞ്ഞത്. ഇബ്രാഹിം ചോദിച്ചു, അല്ല പാറുവമ്മേ എന്തിനാ വരാൻ പറഞ്ഞത്? അപ്പോൾ പാറുവമ്മ പറഞ്ഞു, എടാ ഇബ്രാഹിനെ, നിന്നെ പണ്ട് 35 കൊല്ലം മുമ്പ് പോലീസ് പിടിക്കാൻ ഓടിച്ച് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നീ അട്ടത്ത് കയറി ഒളിച്ച് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നിന്നെ പോലീസ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുത്തപ്പന് ഞാൻ ഒരു വെള്ളാട്ടം നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാ പറ്റിയത്. പാറുവമ്മയായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു മതക്കാരനെ സ്നേഹിക്കാൻ കഴിയുന്നു. ഇനി നിങ്ങൾ നോക്കൂ, കുറ്റിയാടി എന്ന് പറയുന്ന പ്രദേശം, നേരത്തെ നമ്മുടെ ഈ കുടുംബസംഗമത്തിൽ പ്രസംഗിച്ച ഖാലിദ് മൂസയുടെ നാട് കുറ്റിയാടി. കമ്മ്യൂണൽ പോളറൈസേഷനിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, ഏറ്റവും ഒരു ഹോട്ട്സ്പോട്ടായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നാദാപുരം കുറ്റിയാടി മേഖല. അവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടായി, ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടായി. ആ സംഘർഷം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി എന്ന് പറയുന്ന ഒരു വേദി, അതിൻ്റെ അന്നത്തെ പ്രസിഡന്റ് VR കൃഷ്ണയ്യരായിരുന്നു. അദ്ദേഹം ഒരു സംഗമം വിളിച്ചുകൂട്ടി. ആ സംഗമത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള കുറ്റ്യാടി കാളിയായിട്ടുള്ള K മൊയ്തു മൗലവി ഉണ്ടായിരുന്നു. സർവരാലും ആദരിക്കപ്പെടുന്ന മഹാനായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ. ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിലും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ പ്രഗത്ഭരായ ശിഷ്യസമ്പത്തുള്ള, മതപരമായ വിധി പറയാൻ യോഗ്യതയുള്ളൊരു മഹാപണ്ഡിതനായിരുന്നു K മൊയ്തു മൗലവി. അദ്ദേഹവും ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ആ വേദിയിൽ വെച്ചൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം വളരെ പ്രാധാന്യത്തോടുകൂടി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വന്നു. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ആർക്കെതിരെയാണ് ആക്രമണം പുറപ്പെടുത്താൻ പോകുന്നത്? ആർക്കെതിരെയാണ് നിങ്ങൾ ആക്രമണത്തിന് ഒരുങ്ങുന്നത്? ആ സമുദായത്തിൽ എനിക്കൊരു പെങ്ങളുണ്ട്, അവളുടെ പേര് ചിരുത എന്നാണ്. അപ്പോൾ ആളുകൾ അത്ഭുതത്തോടെ സാഗൂതം ഇങ്ങനെ നോക്കി. എങ്ങനെയാണ് മൊയ്തു മൗലവിക്ക് ഹിന്ദു സമൂഹത്തിലൊരു പെങ്ങളുണ്ടാകുക? ചിരുത എന്ന് പേരും. മൊയ്തു മൗലവി പറഞ്ഞു, അതെ, അവളുടെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ടാണ് വളർന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം, ഇസ്ലാമിക ഫിഖ് പ്രകാരം, ഇവിടെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, പറയാം, ഇസ്ലാമിക ഫിഖ് പ്രകാരം ഒരമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചു കഴിഞ്ഞാൽ സ്വന്തം സഹോദരങ്ങളാണ്. അപ്പോൾ മൊയ്തു മൗലവിക്ക് ഹിന്ദു സമൂഹത്തിൽ ഒരു പെങ്ങളുണ്ടാവുക, ആ പെങ്ങളുടെ പേര് ചിരുത എന്നാണെന്ന് പറയുക.
മനോരമ സൗഹൃദത്തിൻ്റെ നാളുകളെക്കുറിച്ച് പറയുന്നിടത്ത് ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ, രണ്ടുപേരും മരിച്ചുപോയി, അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ വലുതായി പ്രസിദ്ധീകരിച്ച് സൗഹാർദ്ദത്തിൻ്റെ കേരളം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പറയുന്നത് മൊയ്ദ് മൗലവി ഒരു മൗലവിയായിരിക്കെ, ഒരു മതപണ്ഡിതനായിരിക്കെ, ഒരു മതവിധി പറയുന്ന കാളിയായിരിക്കെ മറ്റൊരു മതത്തിൽപ്പെട്ട സ്ത്രീയെ സ്വന്തം സഹോദരിയായി കാണാൻ കഴിയുന്നു എങ്കിൽ കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മതത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു മതക്കാരനെ സ്നേഹിക്കാൻ കഴിയുമെന്ന ഒരാശയമാണ്. ആ ആശയം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. ആ ആശയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മനുഷ്യന്, നമുക്കറിയാലോ, ആർത്തി പൂണ്ടുപിടിച്ചുകൊണ്ട് ഓടുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാർത്തി പൂണ്ടുപിടിക്കുന്നിടത്താണ്, ഭൗതികമായ ആർത്തി വരുത്തുന്നിടത്താണ് വംശീയതയുടെ ഉദ്ഭവം എന്ന് നമുക്കറിയാം. വംശീയത ആരംഭിക്കുന്ന അവിടെയാണ്. മനുഷ്യരെ തമ്മിൽ അകറ്റാൻ വീരാൻകുട്ടിയുടെ 2 വരി കവിതയുണ്ട്. ഇലകൾ തമ്മിൽ അകറ്റി നട്ട മരങ്ങൾ വേരുകൾ കൊണ്ട് കെട്ടിപ്പുണരുന്നു എന്നാണ്. മനുഷ്യനെ തമ്മിൽ അകറ്റി നടുമ്പോൾ, മനുഷ്യനെ തമ്മിൽ, ഇലകൾ തമ്മിൽ മുട്ടാതിരിക്കാൻ നാം അകറ്റി നട്ട മരങ്ങൾ വേരുകൾ കൊണ്ട് കെട്ടിപ്പുണരുന്നു എന്നാണ്. അതേ, നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ഒന്നായി തീരാൻ നമുക്ക് കഴിയണം. മനുഷ്യനെന്ന നിലയിൽ ഉയർന്നു നിൽക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം ഒരു സാംസ്കാരിക സംഗമമൊക്കെ അതിനുള്ള പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അശാന്തി പർവം എന്ന് പറയുന്ന ഒരു കവിതയിൽ ONV പറയുന്നുണ്ട്, വെട്ടുക, മുറിക്കുക, പങ്കുവെക്കുക, ഗ്രാമം, പട്ടണം, ജനപഥങ്ങളെയൊക്കെയും കൊന്നും തിന്നും വാഴുക, പുലികളായി സിംഹങ്ങളായി മർത്യരാവുക മാത്രം വയ്യ, ജന്തുത ജയിക്കുന്നു. ആരുടെ രക്തം കുടിച്ചിട്ടായാലും എനിക്ക് ദാഹം കെട്ടാൽ മതി എന്നാണ്. ആരുടെ ശവശരീരത്തിൽ കയറി നിന്നിട്ടായാലും എനിക്ക് ഉയരം കൂടിയാൽ മതി എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇവിടെ മനുഷ്യ സാഹോദര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, എല്ലാവിധ റൈസിസത്തിൻ്റെയും എല്ലാവിധ വംശീയതയുടെയും അടിവേരുകൾ അറുത്തുകൊണ്ട് ഇന്ന ദിമാഅക്കും വഅംവാലുക്കും വഅറാലുക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി ശഹരിക്കും ഹാദാ, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാനുള്ള ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സഹോദരൻ എന്ന് പറയുന്ന, സഹോദരങ്ങൾ എന്ന് പറയുന്ന വാക്ക് എത്രമേൽ മഹോന്നതമാണ് എന്നറിയുമോ? ഒരു ഉദരം എന്നാണ്, സഹ ഉദരത്തിൽ നിന്ന് വരുന്നവരെന്നാണല്ലോ, ഒരൊറ്റ ഉദരത്തിൽ കിടക്കുന്നവരെന്നാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയുടെ മക്കളെപ്പോലെ പെരുമാറാൻ, ഒരമ്മയുടെ മക്കളെപ്പോലെ പെരുമാറാൻ നമുക്ക് കഴിയണം. നമ്മെ വിഭജിക്കുന്ന, നമ്മെ വേർപെടുത്തുന്ന എല്ലാ ശക്തികളെയും തിരിച്ചറിയാനും മനുഷ്യത്വത്തിന് വേണ്ടി, മനുഷ്യ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഒന്നായി എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രചോദനമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.